ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി വീടാട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മൂട്ടോളി പടിഞ്ഞാറ്റുമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീട് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന കേട്ടോ ഒരു ഫാൻസി ടൈപ്പ് നല്ല അടിപൊളി ഭംഗിയുള്ള വീടാണ്. നല്ല 8 ഫൂട്ട് നിസ്സാൻസായിട്ട് റോഡുണ്ട്. ഈ കാണുന്ന കേട്ടോ വീടിൻ്റെ മതിലൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉണ്ടല്ലേ. LED ലൈറ്റ് സെറ്റപ്പൊക്കെ ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റാണ്, നല്ല വലുപ്പമുള്ള സ്ലൈഡിങ് ഗേറ്റാണ്. ഒരു ഇന്നോവയോ ഫോർച്യൂണറൊക്കെ നേരെ കൊണ്ടുവന്ന് നിർത്തിയിടാൻ പറ്റുന്ന അത്രയും തരത്തിലുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അതുപോലെ തന്നെ മുകളിൽ ഭാഗത്ത് 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ കയറിക്കൂടെ അല്ലേ. അടുത്ത് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിരുന്നു. മുറ്റത്തൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 2 ഇന്നോവ നിർത്തിക്കൂടെ അല്ലേ. ഒരു 2 ഇന്നോവ കാർ സുഖസുന്ദരമായിട്ട് നിർത്താം. ഫുള്ളൊക്കെ നല്ല സൈഡ് ഭാഗത്തൊക്കെ നല്ല ഫുൾ അതുപോലെ തന്നെ കണ്ടില്ലേ ഗേറ്റ് സെറ്റപ്പൊക്കെ കണ്ടില്ലേ. ഫുള്ള് ലൈറ്റ് ആട്ടോ. LED ലൈറ്റിൻ്റെ ഒരു അത്രയും ലൈറ്റ് ഉണ്ട്. ഒരു 500,000 ലൈറ്റ് LED ലൈറ്റ് ഇതിൻ്റെ മുകളിലുണ്ടാവും. ഫുള്ള് കാണുന്നതിലൊക്കെ LED ലൈറ്റാണ്. ഈ കാണുന്ന തട്ടത്ത് ലൈറ്റ് മാത്രമല്ലാണ്ട് ഇവിടെ പോയിന്റ് കണ്ടില്ല, ഈ കാണുന്ന വെള്ളം ഫുള്ള് ലൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി എത്രത്തോളം ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഫുള്ള് ലൈറ്റ് ആട്ടോ. ഇടത് ഭാഗത്തൊക്കെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആട്ടോ. ഒരു തട്ടിപ്പ് പണി മുമ്പ് ഇതിൽ ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം അത്രയും ക്വാളിറ്റി ഉള്ള വർക്കാണ്. മരം കണ്ടില്ലേ, നല്ല അടിപൊളി മരം. ടൈലൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. ഒരു വെറുതെ ഒന്ന് തട്ടിക്കൂട്ട് ഉണ്ടാക്കി വെച്ചൊന്നുമല്ല, നല്ല അടിപൊളി ടൈലാണ്. ഫസ്റ്റ് ക്വാളിറ്റി ടൈലാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ വാതിലൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മനസ്സിലാവും ഈ വീഡിയോ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടൈലൊക്കെ ഇൻ്റർലോക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഇൻ്റർലോക്കാണ്. ഇതിൻ്റെ ബാക്കിലേക്കുള്ള കാഴ്ച കാണിച്ചു തരാം കേട്ടോ. വീടിൻ്റെ ഇടതുവശത്തുള്ള ഇതൊക്കെ ഫുള്ള് മരത്തിൻ്റെ കേട്ടോ. ജനവാതിലൊക്കെ ഫുള്ള് മരത്തിൻ്റെ ജനവാതിലാണ്. കോഴിക്കോട് പടിഞ്ഞാറ്റുമുറി കേട്ടോ. നല്ല അടിപൊളി മരത്തിൻ്റെ ജനവാതിൽ കേട്ടോ ഫുള്ള്. അതുപോലെ തന്നെ നമ്മളെ ചുറ്റും നല്ല അടിപൊളി പറമ്പാണ്. അതിൻ്റെ ഉള്ളിൽ ഇവിടെ അടിപൊളി വെള്ളം കേട്ടോ. ഇതൊക്കെ എന്താ ഒരു നീല കളർ ഉണ്ട് വെള്ളത്തിന് അല്ലേ. നല്ല കണ്ണാടി പോലത്തെ വെള്ളം അല്ലേ. വീടിൻ്റെ പുറകുവശാട്ടോ കാണിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള വർക്കാട്ടോ. ആര് ചെയ്താണെങ്കിലും അല്ലേ. നമുക്കൊരു ഒരു ചെറിയൊരു പോയിന്റ് പോലും എവിടെയെങ്കിലും ഫുള്ള് പ്ലാവിൻ്റെ ജനവാതിലൊക്കെ വെച്ചിട്ട് ഒരു പൈസക്ക് മുതലുണ്ട് അല്ലേ. ഈ വെള്ളം തന്നെ മുതലാട്ടോ. അത്രയും ചെറിയൊരു കിണറ്, നല്ല അടിപൊളി വെള്ളം കേട്ടോ. ഇതൊക്കെ വീടിൻ്റെ പുറകുവശത്തെ മതിലാ. ഈ മതിലൊക്കെ നോക്കി ഇവിടെ ഇതിൻ്റെ ഉൾവശത്ത് കെട്ടി. നമ്മൾ വിചാരിക്കും ഈ ഉൾവശത്ത് അങ്ങനെ കെട്ടിയിട്ട് ബാക്കിൽ തേക്കാണ്ടിട്ടായിരിക്കും. ബാക്കിൽ ഫുള്ള് തേച്ചിങ് കേട്ടോ. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വീട് ഇങ്ങനെ കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ പുറത്തൊക്കെ അടിപൊളിയാക്കിയിട്ട് ബാക്കിൽ തേക്കാണ്ടിട്ടുക കേട്ടോ ചെയ്യുക. പക്ഷേ ഈ വീടിൻ്റെ ഈ ഏറ്റവും പുറകുവശത്തെ മതിലാട്ടോ ഇത്. ഇതിൻ്റെ ബാക്ക് വരെ തേച്ച് വെച്ചിരിക്കുന്നു. ഈ സൈഡ് ഫുള്ള് തേച്ചിരിക്കുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. കാരണം ഇങ്ങനെയൊന്നും ആരും ചെയ്യൂല. വിൽക്കാനുണ്ടാക്കിയ വീടൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് തേക്കാണ്ട് ഉള്ളിൽ ഫുള്ള് തേച്ച് മോഡിഫൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇതിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ ഇത് കണ്ടാൽ കേട്ടോ. എല്ലാ സൈഡിലും നല്ല തേച്ച് വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ വീട്ടാ. ഇതിൻ്റെ ബാക്ക് ആണുങ്ങൾ 2 സൈഡിലും ബാക്കിൽ തേച്ചിരിക്കുന്നുണ്ട്. ഒരു വിൽക്കാനുണ്ടാക്കിയ വീടാണെങ്കിൽ ഇങ്ങനെ തേക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും ക്ലിയർ ആയിട്ട് പണിയെടുത്തിക്കണം. ആ ചുറ്റുവശത്ത് എവിടെയും തരയും മണ്ണ് കിട്ടൂല അല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ ചായ ഇവിടെ ഉണ്ടോ ഡൗട്ടുണ്ട്. ഇപ്പോഴത്തെ വീട്ടിൽ ചോദിക്കണോ. നല്ല നീറ്റിലുള്ള വർക്കാട്ടോ. അടിപൊളി വർക്കാട്ടോ വീടിൻ്റെ. ഒന്നും പറയില്ല. ഇവിടെ നമുക്ക് ഒരു സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഇന്നോവൊക്കെ സുഖമായിട്ട് നിർത്താനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ പുറകുവശത്ത് നല്ല സൗകര്യമുണ്ട് കേട്ടോ. 3 ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ ഉൾവശത്തെ കാഴ്ചയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി പ്ലാവിൻ്റെ നല്ല അടിപൊളി പ്ലാവിൻ്റെ ഡോറൊക്കെ കേട്ടോ.
ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് എന്നുള്ളൊരു കാഴ്ച ഞാൻ ആദ്യം കാണിച്ചു തരാം. കണ്ടില്ലേ, വിശാലമായിട്ടുള്ള ഫ്രണ്ട് ഒരു 2 കാറും ഇവിടെ നിർത്തിയിട്ടാലും സ്പേസ് ബാക്കി മുന്നിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഗേറ്റിൻ്റെ വലുപ്പം കണ്ടില്ലേ, നല്ല വലുപ്പമുള്ള ഗേറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയും കയറി വളച്ചെടുക്കാനൊക്കെ പറ്റും. മുന്നിലൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളി വീടുകളാണുള്ളത്. ഈ കാണുന്ന താട്ട റോഡാട്ടോ ഫ്രണ്ട് ഭാഗത്ത്. ഇപ്പം 3 ലോക്കൊക്കെ വരുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള ലോക്കാട്ടോ വെച്ചിട്ടുള്ളത്. ഉൾവശത്ത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല മരത്തിൻ്റെ ജനവാതിലൊക്കെയാണ്. വിശാലമായിട്ടുള്ള ഒരു ഹാള്. ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഡൈനിങ് റൂമായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ TV കണക്ഷനൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ സോഫ ഇട്ടിരിക്കാം. ഒരു ഡൈനിങ് റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേസ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ഡിസൈനിട്ടുള്ള ഒരു വാഷ് ബേസിനും സിസ്റ്റമൊക്കെ ഉണ്ട്. ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാട്ടോ അത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ്. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം കാണാം. റൂമൊക്കെ നല്ല വലുപ്പം സൗകര്യമുള്ള റൂം കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം. നല്ല വലുപ്പമുണ്ട്, നല്ല വലുപ്പമുള്ള ബാത്റൂം കേട്ടോ. സ്വിച്ചൊക്കെ ക്വാളിറ്റി സ്വിച്ചാണ്. ഏറ്റവും പുതിയ മോഡലല്ല, പക്ഷേ നല്ല കമ്പനി സാധനം കേട്ടോ. ഡോറൊക്കെ അങ്ങനത്തെ ഡോറാണ്, പക്ഷെ പൊളികളും ഇതൊക്കെ നല്ല മരത്തിന് തന്നെ കേട്ടോ. ഒരു റൂം നമുക്ക് കിച്ചൺ കാണാം. കിച്ചൺ നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ഡോറാണ്. നല്ല വലുപ്പമുള്ള ഒരു കിച്ചൺ കേട്ടോ. എല്ലാ സ്വിച്ച് കുറേ പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു കേട്ടോ. പൈപ്പിൻ്റെ കണക്ഷൻ എല്ലാ സെറ്റപ്പ് ഉണ്ട്. മുകളിൽ റാക്കുണ്ട്, ഇവിടെയൊക്കെ റാക്കുണ്ട് കേട്ടോ. ഞാൻ മൊത്തത്തിലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കിച്ചൺ. അത് കഴിഞ്ഞിട്ട് കിച്ചൺ കഴിഞ്ഞിട്ട് വർക്ക് ഏരിയ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് പുറത്തേക്ക് പ്രത്യേക രീതിയിൽ ഇതാക്കി വെച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് കിണർ. ഇത് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലുപ്പമുണ്ട്. നല്ല വലുപ്പമുള്ള ബെഡ്റൂം കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ബാത്റൂം കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല സ്പേസുള്ള ബാത്റൂം. ഇത് നമ്മൾ കണ്ടാൽ നമ്മൾ പറയില്ല, പക്ഷെ നല്ല വലുപ്പമുണ്ട് കേട്ടോ ബാത്റൂം. എല്ലാ സൗകര്യമുണ്ട്. ബാത്റൂമിൻ്റെ വലുപ്പം നോക്കിയത് നല്ല വലിയ വലുപ്പമുള്ള ബാത്റൂമാണ്. റൂം മൂന്നാമത്തെ ബെഡ്റൂം ആട്ടോ. മൂന്നാമത്തെ ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബാത്റൂമാണ്. താഴത്തെ സിറ്റ് ഔട്ടിനെക്കാട്ടും അടിപൊളി മുകളിലത്തെ സിറ്റ് ഔട്ടോ അല്ലേ. നല്ല സ്പേസ്. ഒരു എക്സ്ട്രാ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല അടിപൊളി സെറ്റപ്പാട്ടോ.